ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് 2 വയസ്സായ കുട്ടിക്കുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ടോപ്പിൻ്റെ ക്ലോത്താണ്. ഇത് 1/2 മീറ്റർ വെച്ചുണ്ട്. ഇത് സ്കേർട്ടിൻ്റേതാണ്. ഇതിപ്പോൾ ലൈനിങ് ആണ്. ഇത് 2 മീറ്റർ ഉണ്ട്. 2 മീറ്റർ ഒന്നും നമുക്ക് വേണ്ട. ഇതിപ്പോൾ 5 മീറ്റർ ഉണ്ട്. ഇതിനിപ്പോൾ ഈ സ്കേർട്ടിന് 5 മീറ്റർ തന്നെ വേണം. താഴത്തെ പ്ലീറ്റ് നല്ല തിക്കായിട്ടാണ് ഇടുന്നത്. ഇനി നമുക്കിതിൻ്റെ കട്ടിങ് ഒന്ന് നോക്കാം. സ്കേർട്ടിനായിട്ടുള്ള ക്ലോത്ത് നിവർത്തിയിട്ടിട്ട് 5 ഫോൾഡ് ചെയ്തിട്ട് വേണം നമുക്ക് ലെങ്ത് കറക്റ്റ് ഒന്ന് എടുക്കാൻ. വീതി ഞാൻ പിന്നീട് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നമുക്ക് ആ താഴത്തെ പ്ലീറ്റിൻ്റെ ആ ഒരു വീതിക്ക് മാത്രമേ നമുക്ക് സ്കേർട്ടിൻ്റെ മുകളിലത്തെ പോർഷൻ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നമുക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ലെങ്ത് ഇപ്പോൾ ഞാൻ 15.5 മാർക്ക് ചെയ്യുന്നത്. മുകളിലത്തെ പട്ടയ്ക്കായിട്ട് 1.5 ഇഞ്ച് വീതി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി പട്ട ഇല്ലാതെ ലെങ്ത് ഒരു 9 മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ട് 10 എടുക്കാം. മുകളിലത്തേക്കും താഴത്തേക്കും കൂടി അരയിഞ്ച് വെച്ച് തയ്യൽ തുമ്പ് പോവും. അതിനാണ് 10 എടുക്കുന്നത്. സ്കേർട്ടിനായിട്ടുള്ള ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്തെടുത്തത്. ഇത് അതുപോലെ തന്നെ ക്ലോത്തിലേക്ക് വെച്ചിട്ട് വീണ്ടും ഒരു പീസ് കൂടി ബാക്ക് ലെയറിനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാലൻസ് പീസ് താഴെയുള്ള ഫ്രില്ലിനായിട്ട് 5.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് മുകളിലേക്ക് കയറി നിൽക്കുന്ന പോർഷന് വേണ്ടിയാണ്. ഇതിപ്പോൾ ഈ സ്കേർട്ടിനായിട്ട് അധികം മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് അളവിലൊന്നും ഒരു ടെൻഷനും ഇല്ലാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്തെടുത്ത പീസ് വീണ്ടും അതേപോലെ തന്നെ ക്ലോത്തിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കണം. ടോട്ടൽ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാനായി ക്ലോത്ത് 4 ഫോൾഡ് ചെയ്തിടണം. ഇതേപോലെ നിവർത്തി വെച്ച ക്ലോത്ത് 2 ഫോൾഡ് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ലെങ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. സ്കേർട്ടിലെ ലെങ്ത് ഇപ്പോൾ നമുക്ക് 15 വേണം. 15.5 മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 15 എടുക്കുമ്പോൾ ഫോൾഡ് ചെയ്ത് പോയി മുകളിലത്തെ തയ്യൽ തുമ്പൊക്കെ പോയിട്ട് കറക്റ്റ് ലെങ്ത് കിട്ടും. ലൈനിങ്ങിനായിട്ട് 60 സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സ്കേർട്ടിൻ്റെ ഹിപ്പ് റൗണ്ട് 20 ആണ്. അതിൻ്റെ 4/1 5 മാർക്ക് ചെയ്യണം. ഇനി അവിടെ നിന്ന് 4 ഇഞ്ച് അധികം തയ്യൽ തുമ്പ് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം താഴത്തെ എൻഡ് ചെറുതായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി ബാക്കും ഫ്രണ്ടും പീസ് 2 കട്ട് ചെയ്ത് മാറ്റി. ഇനി പട്ടയ്ക്കായി 3.5 ഇഞ്ച് വീതിയിലും ഹിപ്പ് റൗണ്ടിൻ്റെ ലെങ്തിലും പീസ് കട്ട് ചെയ്തെടുക്കണം. ടോപ്പിനായിട്ടുള്ള ക്ലോത്ത് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ പ്ലെയിൻ പോർഷനാണ് ഞാൻ സ്ലീവിനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒരു ടോപ്പിൻ്റെ ലെങ്ത് 10 ആണ്. ചെസ്റ്റ് റൗണ്ട് 20 ആണ്. അപ്പോൾ അതേ ഒരു ലെങ്ത് ഇതിലുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് കറക്റ്റാണ്. ഇനി ഇത് 2 ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇപ്പോൾ ഫ്രണ്ടും ബാക്കും പീസ് ഉണ്ട്. ഇതിന് 2 കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബോഡിയുടെ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ഇതിൽ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റത്തില്ല. അതിനായിട്ട് ഞാൻ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മാർക്ക് ചെയ്യാം. ഒറ്റ പീസ് 2 ഫോൾഡ് ചെയ്തിട്ടിട്ട് മുകളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 9 വരേണ്ടത്. അപ്പോൾ മുകളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, താഴെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, ടോട്ടൽ 10 ലെങ്ത് എടുക്കേണ്ടത്. ഇനി നെക്കിൻ്റെ അകലം ഞാനിവിടെ 2.5 എടുക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് നെക്ക് ആയതുകൊണ്ട് നമുക്ക് ലെങ്ത് അധികം കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് നെക്കിൻ്റെ അകലം കുറച്ച് കൂടി കൊടുക്കുന്നത്. നോർമൽ ആണെങ്കിൽ 2 മതിയാവും. ഇതിപ്പോൾ 2.5 എടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ 2.5 ഫുള്ളായിട്ട് വരുമ്പോൾ നെക്ക് ലെങ്ത് 5. ഇതിപ്പോൾ മെറ്റീരിയൽ 2 ഫോൾഡ് ചെയ്തിടുമ്പോൾ ഒരു സൈഡിൽ 2.5. ഇനി ഷോൾഡറിൻ്റെ ഒരു അകലം നമ്മൾ 1.5 കൊടുക്കുന്നത്. 1.5 എടുത്തിട്ടുണ്ട്. 2 ഫോൾഡ് ചെയ്തിടുമ്പോൾ ഒരു സൈഡിൽ ഫുള്ള് 4.5 എടുക്കുന്നത്. നെക്കും ഷോൾഡറും തയ്യൽ തുമ്പും കൂടി 4.5 എടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 2.5 എടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2 മതിയാവും. അകലവും 2.5 എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് കഴുത്തിൻ്റെ ഷേപ്പിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇനി ആം ഹോൾ ലെങ്ത് ടോട്ടൽ 4.5. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 4.5. അപ്പോൾ തയ്യൽ തുമ്പ് ഇല്ലാതെ 4 മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നേരെ 1.5 എടുത്തേക്കുന്ന ഷോൾഡറിലോട്ട് ആ ഒരു 1.5 പോയിന്റിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി ആം ഹോൾ ലെങ്ത് തയ്യൽ തുമ്പില്ലാതെ 4 എടുത്തിട്ടുള്ളത്. ആ 4ൻ്റെ പകുതി മാർക്ക് ചെയ്യണം. 4ൻ്റെ പകുതി 2. അതൊന്ന് മാർക്ക് ചെയ്യണം. കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം ഷേപ്പൊന്നും വരുന്നില്ല. ഇനി ആം ഹോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി താഴത്തെ പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചെസ്റ്റ് റൗണ്ട് ഫുള്ള് 20 ആണ്. അതിൻ്റെ 4/1 5. അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. താഴത്തെ പോർഷനിലായിട്ടും ഒരു 5 തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് തന്നെ വലിയ ഷേപ്പൊന്നും വരുന്നില്ല.
ഷേപ്പ് കൊടുക്കുന്നെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഷേപ്പൊക്കെ മതിയാവും. ഇനി തയ്യൽ തുമ്പിനായിട്ട് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഇടാം. ഇനി ട്രാൻസ്പെറൻറ്റ് നെക്കിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പില്ലാതെ 4 വേണം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 4 വേണം. അവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. ഷോൾഡർ മുതൽ ആം ഹോൾ പോയിന്റ് വരെയുള്ള ലെങ്ത് 3/10 ആ പോയിന്റ് വന്നിട്ട് വേണം ചരിച്ച് മാർക്ക് ചെയ്യാനായിട്ട്. ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു വി ഷേപ്പ് പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി ഷോൾഡറിൽ നിന്ന് സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു 1/2 ഇഞ്ച് പോയിന്റിലെ ആ പോയിന്റിൽ നിന്ന് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ രണ്ടാമത് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ കൂടി തന്നെ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പോകണം. കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും കൂടി ഒരുമിച്ചിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെ ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. ഇത് ബാക്ക് പാർട്ടിലേക്ക് കറക്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഇതേ ഒരളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ബാക്ക് പീസിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ച് ബാക്ക് പീസിൻ്റെ മെയിൻ ക്ലോത്ത് കൂടി ഒരുമിച്ച് വെച്ചിട്ട് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 2.5 തന്നെയാണ് എടുക്കുന്നത്. ലെങ്തും 2.5 തന്നെയാണ്. തയ്യൽ തുമ്പ് ഉൾപ്പെടെ 2.5. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2. ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് മെയിൻ ക്ലോത്ത് മാത്രം എടുക്കണം. അതിനുശേഷം ആ കട്ട് ചെയ്തെടുത്തേക്കുന്ന പീസ് ഇതിലേക്ക് കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് അത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ വി പോലെ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് ഒരു തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായി. ലൈനിങ് പീസ് ഇതേപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. ക്യാൻവാസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാനാണ് ഇതേപോലെ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഫ്രണ്ടിലത്തെ പോർഷനാണ്. ക്യാൻവാസ് അയൺ ചെയ്ത് വെക്കേണ്ട പീസ്. ഇതിപ്പോൾ ബാക്ക് പീസാണ്. ക്യാൻവാസ് ഒരു ചെറിയ പീസ് എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ വേസ്റ്റായി പോകാതിരിക്കാനാണ് ഇങ്ങനെ എടുത്തത്. ഇനി ആ കട്ട് ചെയ്തെടുത്ത ആ ഫ്രണ്ട് പീസ് ഇതേപോലെ ക്യാൻവാസിലേക്ക് കറക്റ്റ് ഒന്ന് വെച്ചെടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് കറക്റ്റ് അതേ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് താഴ്ത്തി സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ട് വേണം അയൺ ചെയ്തെടുക്കാനായിട്ട്. ഇനി നേരത്തെ തന്നെ കട്ട് ചെയ്തെടുത്ത സ്ലീവിനായിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ട് അതൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വീതി ഞാൻ 2.5 എടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 2.5 എടുത്തിട്ടുള്ളത്. ഇനി ഇത് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഷർട്ടിൻ്റെ താഴത്തെ പോർഷന് ഫ്രിൽ ചെയ്യാനായി കട്ട് ചെയ്തെടുത്ത പീസാണിത്. ഇതിന് ഓരോ പീസും ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഇത് ഫുള്ളും ഇതേപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. റിബൺ പോലെ നല്ല ലെങ്തിന് വേണം അത് ഫുള്ളും ജോയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം മുകളിൽ ജോയിൻറ്റ് ചെയ്യേണ്ട ഭാഗത്ത് 1/2 ഇഞ്ച് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വലിയ കാണി ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഫ്രില്ലിന് വേണ്ടി നമ്മൾ നൂല് വലിച്ച് അകത്തേക്ക് എടുക്കില്ലേ, അതിന് വേണ്ടിയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ നൂലിൻ്റെ ഒരു എൻഡ് അകത്തേക്ക് വലിച്ച് ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ഞെരുങ്ങി പോകാതെ ഈ ഒരു തിക്കിൽ വേണം ഇതേപോലെ പ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു പീസിന് ഫുള്ള് ജോയിൻറ്റ് ചെയ്തെടുത്തപ്പോൾ 27 മീറ്ററാണ് ലെങ്ത് ഉള്ളത്. അതിപ്പോൾ നമ്മൾ പ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിപ്പോൾ കറക്റ്റ് 2 മീറ്ററേ ഉള്ളൂ. നമ്മൾ പ്ലീറ്റ് കൂടുന്നതിനനുസരിച്ച് ലെങ്ത് കുറയും. ഞാനിപ്പോൾ ഇതിപ്പോൾ 2 മീറ്റർ ലെങ്തിന് കണക്കാക്കിയിട്ട് പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. വലിയ കാണി ഇട്ടിട്ടാണ് ഈ പ്ലീറ്റ് ചെയ്യാനായി സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി ചെറിയ കാണി ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രില്ല് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ട സ്കേർട്ടിനായിട്ടുള്ള പോർഷനാണ് ഇത്. മുന്നേ കട്ട് ചെയ്തപ്പോൾ ലെങ്ത് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. സ്കേർട്ടിന് വേണ്ട വീതി എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ സ്കേർട്ടിൻ്റെ വീതി എടുക്കുന്നത് നമ്മൾ ഫ്രില്ല് ചെയ്യുന്ന ലെങ്ത് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്തും കിട്ടുന്നത്.
ഇപ്പോൾ ഇത് 2 മീറ്റർ ഉണ്ട്, ഒരു സൈഡിൽ മാത്രം 2 മീറ്റർ, ഫ്രണ്ടും ബാക്കും കൂടി ഫ്രില്ല് 4 മീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കേർട്ടിന് ചെയ്യുമ്പോഴും സ്കേർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും കൂടി 4 മീറ്ററും പിന്നെ തയ്യൽ തുമ്പും വേണം, ഫ്രില്ലിനും തയ്യൽ തുമ്പും വേണം. ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. അല്ലാതെ സ്കേർട്ട് ചെയ്തിട്ട് ഫ്രില്ല് ചെയ്തെടുക്കുമ്പോൾ റൗണ്ട് ചെയ്ത് വെക്കാനുള്ള മെഷർമെൻറ്റിലൊക്കെ വ്യത്യാസം വരും. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി സ്കേർട്ടിൻ്റെ ബാക്കും ഫ്രണ്ടും പോർഷൻ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം താഴെ എൻഡിൽ ഫ്രില്ല് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ സ്കേർട്ടിൻ്റെ താഴത്തെ എൻഡിൽ ഫ്രില്ലിൻ്റെ ആ എൻഡ് മുകളിലായിട്ട് വെച്ചിട്ട് വേണം ആ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, ആ സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ വേണം ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. വലിയ കാണിക്ക് മുകളിൽ ചെറിയ കാണി ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറഞ്ഞത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പ്ലീറ്റ് നീങ്ങിപ്പോവും, അതുകൊണ്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറഞ്ഞത്. സ്കേർട്ടിൻ്റെ എൻഡിൽ ഫ്രില്ല് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ മുകളിലത്തെ എൻഡിൽ 1/2 ഇഞ്ച് താഴെ വലിയ കാണി ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രില്ല് ചെയ്തതുപോലെ തന്നെ ഹിപ്പ് റൗണ്ട് എത്രയാണോ ആ ഒരു അളവിൽ മുകളിലും പ്ലീറ്റ് ചെയ്തെടുക്കണം. സ്കേർട്ടിൻ്റെ മുകളിലത്തെ പോർഷനിലും താഴെ ഫ്രില്ല് ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് അറ്റാച്ച് ചെയ്യാനായിട്ട് ലൈനിങ്ങിൻ്റെ ബാക്കും ഫ്രണ്ടും കൂടി ഒരു സൈഡിൽ ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് നമ്മൾ അളവ് എക്സ്ട്രാ ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹിപ്പ് അളവിൻ്റെ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ലൈനിങ്ങിൽ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് ഫ്ലെയർ ആയിട്ട് നിൽക്കാനാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ 12 തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഹിപ്പ് അളവ്. ഇനി ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇലാസ്റ്റിക് വെക്കാനുള്ള പട്ട ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ലൈനിങ്ങിൻ്റെ പുറത്ത് നെറ്റ് വെച്ചിട്ടാണ് പട്ടയ്ക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 3.5 ഇഞ്ച് വീതിയിലാണ് പട്ട എടുത്തിട്ടുള്ളത്. ലെങ്ത് ഹിപ്പ് റൗണ്ടിൻ്റെ അതേ ലെങ്തും. സ്കേർട്ടിലേക്ക് പട്ട ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ നല്ല വശവും പട്ടയുടെ നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കേർട്ടിൻ്റെ മുകളിലുള്ള ആ സ്റ്റിച്ചിന് കണക്കാക്കി തന്നെ പട്ടയും ജോയിൻ ചെയ്തെടുക്കണം. ഇനി പട്ടയുടെ മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് കൂടി പതിച്ചടിച്ചെടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും ഒരു സൈഡ് നമ്മൾ മുന്നേ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറവശം സ്റ്റിച്ച് ചെയ്യാനായിട്ട് മുകളിലത്തെ ഹിപ്പിൻ്റെ ആ ഒരു എൻഡ് ലെവൽ ചെയ്തൊന്ന് പിടിച്ചതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകണം. എന്നിട്ട് ആ പട്ട വന്ന് നിൽക്കുന്നതിൻ്റെ ആ എൻഡിൽ വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. അതിനുശേഷം മെയിൻ ക്ലോത്തായ നെറ്റിൻ്റെ സൈഡ് എൻഡ് താഴെ വരെ ജോയിൻ ചെയ്യണം. ഇനി മുകളിൽ നിന്ന് നെറ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ ആ ഒരു എൻഡിൽ നിന്ന് ലൈനിങ്ങിൻ്റെ സൈഡ് എൻഡ് താഴെ വരെ ജോയിൻ ചെയ്തെടുക്കണം. നെറ്റിൻ്റെ പോർഷൻ ലൈനിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് വരാതെ വേണം താഴെ വരെ ജോയിൻ ചെയ്തെടുക്കാൻ. അതിനുശേഷം പട്ടയുടെ മുകളിൽ നിന്ന് ലൈനിങ്ങും നെറ്റും കൂടി ജോയിൻ ചെയ്തെടുത്തതിൻ്റെ 1/2 ഇഞ്ച് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് വെക്കാനായി മുകളിലത്തെ പട്ട അകത്തേക്ക് ഫോൾഡ് ചെയ്ത് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇലാസ്റ്റിക് വെച്ചതിന് ശേഷം ആ ഗ്യാപ്പും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇടാനുള്ള ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് 17 എടുക്കേണ്ടത്, തയ്യൽ തുമ്പ് ഉൾപ്പെടെ. 1 ഇഞ്ച് തയ്യൽ തുമ്പ് പോയി കഴിയുമ്പോൾ ഫുൾ റൗണ്ട് 16 മതിയാവും, ഒരു സൈഡ് 8 മതിയാവും. സ്കേർട്ട് ഇലാസ്റ്റിക്കൊക്കെ വെച്ച് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫ്രണ്ട് ലൈനിങ് പീസിൽ ക്യാൻവാസ് ഇതേപോലെ വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തില്ലേ, ആ പീസ് കൂടി ഇതിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വേണം മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ലൈനിങ്ങിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് ഇതേപോലെ ക്യാൻവാസിൽ കയറാതെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്യാൻവാസ് ഇല്ലാതെ അകത്തേക്ക് പോകുന്ന ആ ഒരു പോർഷൻ തയ്യൽ തുമ്പ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അകത്തെ ലൈനിങ് പീസിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൽ കൂടി മുകൾ വശത്ത് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേപോലെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഫ്രണ്ട് പീസിൻ്റെ മെയിൻ ക്ലോത്ത് ഇതിലേക്ക് വെച്ച് കറക്റ്റ് പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ഷോൾഡറിൽ നിന്ന് താഴെ വരെ 3 പത്താണ് കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. തയ്യൽ തുമ്പില്ലാതെയാണ് 3 പത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇതൊന്ന് കറക്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. 3 സൈഡും റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി അധികം നിൽക്കുന്ന പീസും നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്ക് കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് തിരിച്ചിട്ട നെക്കിൻ്റെ ലൈനിങ് പീസിലേക്ക് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്ക് ക്രോസ് പീസ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കും ഫ്രണ്ടും കൂടി ഒന്ന് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അറിയാത്തവർക്കായാണ് ഷോൾഡർ ഇങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത്. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ലൈനിങ് അതിൻ്റെ ബാക്ക് വശത്ത് കൂടി കൊണ്ടുവന്നിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കണം. സ്ലീവ് ചെയ്യാൻ എടുത്തിട്ടുള്ള നെറ്റിൽ ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ടെടുക്കണം. രണ്ട് സ്ലീവും അതേപോലെ പ്ലീറ്റ് ഇട്ടെടുത്തതിന് ശേഷം റിഗാളിലേക്ക് വെച്ച് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ മുകളിൽ പതിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫിനിഷിങ്ങിനായി അതിൻ്റെ തൊട്ടിപ്പുറത്ത് കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ബാക്കിൽ ഹുക്ക് ചെയ്യാനായിട്ട് ഇത് കറക്റ്റ് ഒന്ന് ബാക്കിലേക്ക് പിടിച്ചതിന് ശേഷം സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ രണ്ട് എൻഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പട്ട വെച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കണം. 2/10 പട്ടയുടെ വീതി. ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തപ്പോൾ 1.5 ഇഞ്ച് വീതിയാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് അയിപ്പട്ടയ്ക്കായിട്ട് എടുക്കുന്നത്. ഇനി ടോപ്പിൻ്റെ താഴത്തെ എൻഡ് ഇതേപോലെ പട്ട വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും അതേപോലെ തന്നെ പട്ട വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഹുക്കിൻ്റെ പട്ട ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം കറക്റ്റ് മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെഷർമെൻറ്റ് ഞാൻ മുന്നേ തന്നെ കാണിച്ചിരുന്നു. താഴെയും മുകളിലും അതേപോലെ മെഷർമെൻറ്റ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ടോപ്പിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഷോൾഡർ കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം സ്ലീവ് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് സ്ലീവിൻ്റെ താഴത്തെ എൻഡ് ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. താഴത്തെ പോർഷൻ 1 ഇഞ്ച് വീതി മതി. ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. സ്കേർട്ടിൻ്റെ എൻഡ് ഫോൾഡ് ചെയ്യില്ല. ഇതാണ് സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലുള്ള വീഡിയോയ്ക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.